اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. وربك يخلق ما يشاء ويختار ما كان لهم الخيرة سبحان الله وتعالى عما يشركون. ഏറെ സ്നേഹ സമ്പന്നരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമ്മെ സൃഷ്ടിച്ചു പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി ജീവിക്കുവാൻ ശ്രമിക്കണമേ എന്ന് ആമുഖമെന്നോണം അതർഹിക്കുന്ന ഗൗരവത്തോടെ തന്നെ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. നമുക്കിടയിൽ പല നിലക്കുമുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാവർക്കും എല്ലാ നിലക്കുമുള്ള പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റിസാലത്ത് എന്ന അതിമഹത്തരമായ ഉത്തരവാദിത്തം തന്നിലേൽപ്പിക്കപ്പെട്ടതിനു ശേഷം തൻ്റെ നാടായ മക്കയിൽ നിന്ന്, തൻ്റെ നാട്ടുകാരായ കുടുംബക്കാരായ മക്ക നിവാസികളിൽ നിന്ന്, ഖുറൈശികളിൽ നിന്ന് എണ്ണമറ്റ നിലക്കുള്ള പ്രയാസങ്ങൾ ഏൽക്കുകയും ഇനി ഇവിടെ നിൽക്കാൻ സാധിക്കുകയില്ല, സമാധാനത്തോടു കൂടി ഒരു മുസ്ലിമായി എൻ്റെ വിശ്വാസം അനുസരിച്ചുകൊണ്ട് എനിക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല എന്ന ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ നാടും വീടും കുടുംബവും എല്ലാം വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പലായനം നടത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ത്വായിഫിലേക്ക് പോകുന്നുണ്ട്. അബിസീനിയയിലേക്ക് സ്വഹാബത്തിനെ പറഞ്ഞയക്കുന്നുണ്ട്. ഏറ്റവും അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുമതി ലഭിച്ചതോടുകൂടി മദീനയിലേക്ക് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടി യാത്ര പുറപ്പെടുകയാണ്.
അവിടുന്ന് 8 ദിവസത്തെ യാത്രാ ദൂരത്തിന് ശേഷം മദീനക്കടുത്തുള്ള ഉയർന്ന പ്രദേശമായ ഖുബായിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. മക്കയിൽ നിന്ന് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും പുറപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം ലഭിച്ച് ആളുകൾ ഖുബായിൽ എത്തിച്ചേർന്ന് അവിടുത്തെ ഉയർന്ന പ്രദേശങ്ങളിലും വീടിനു മുകളിലുമെല്ലാം ഇടയ്ക്കിടെ കയറി നിന്ന് നോക്കുന്നുണ്ട്, പ്രവാചകൻ എങ്ങാനും കടന്നു വരുന്നുണ്ടോ എന്ന്. അവർ വെയിൽ ഉദിക്കും വരെ കാത്തു നിൽക്കും. പ്രവാചകനെ കാണാനില്ല എന്ന അവസ്ഥയാകുമ്പോൾ അവർ അവരുടെ വീടുകളിലേക്ക് മടങ്ങും. ആ സമയത്താണ് ഒരു യഹൂദിയായ മനുഷ്യൻ, അദ്ദേഹം നിന്ന് നോക്കുന്ന സമയത്ത് 2 വ്യക്തികൾ കടന്നു വരുന്നത് വിദൂരത്ത് നിന്നും കാണുന്നത് അദ്ദേഹം വിളിച്ചു പറയുന്നുണ്ട്, നിങ്ങൾ കാത്തു നിൽക്കുന്ന വ്യക്തിയത കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഖുബായിലെ ഊടുവഴികളിലൂടെ ഈ സന്തോഷ വാർത്ത പ്രചരിക്കുന്നു, ആളുകളെല്ലാം ഒരുമിച്ച് കൂടുന്നു. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ചുറ്റും ആ ഖുബായിൽ വെച്ച് ആളുകൾ ഒരുമിച്ച് ചേരുന്നു. പക്ഷേ 2 പേരും ഒരേ വസ്ത്രം ധരിച്ചവരാണ്, 2 പേരുടെയും മുഖം മൂടിയിട്ടുണ്ട്. ഇതിൽ ആരാണ് പ്രവാചകനെന്നോ ആരാണ് അബൂബക്കർ എന്നോ ആർക്കും പരസ്പരം തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്റെ മുഖത്തു നിന്നും മറമാറ്റിയതോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ തിരിച്ചറിയുകയും പ്രവാചകന് സലാം പറയുകയും ആലിംഗനം ചെയ്യുകയും സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യത്തെ 2 ആഴ്ചകൾ അന്ന് ഖുബായിൽ ചെലവഴിക്കുന്നു. ഖുബായിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി ഒരു പള്ളി നിർമ്മിക്കുന്നു. ശേഷം മദീനയുടെ ഏറ്റവും മധ്യനഗരമായ ഇന്ന് മസ്ജിദുൻ നബവി ഉൾക്കൊള്ളുന്ന ഭാഗത്തേക്ക് അവിടുത്തെ ഏറ്റവും വലിയ ഗോത്രത്തലവന്മാരുടെ സാന്നിധ്യത്തോടു കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരികയാണ്. അങ്ങനെ മദീനയിൽ എത്തുകയും അവിടുത്തെ സ്വഹാബത്തുമായി കൂടി ആലോചിച്ച് ഒരു പുതിയ പള്ളിക്കുള്ള കാര്യങ്ങൾ ആലോചിക്കുകയും പള്ളി നിർമ്മിക്കുകയും ചെയ്യുന്നു. അതോടുകൂടി ആ നഗരത്തിന് പിന്നീട് യസ്രിബ് എന്ന പേരിൽ നിന്നും മാറ്റം വന്ന് പ്രവാചകന്റെ നഗരം എന്ന നിലക്ക് മദീനത്തുർ റസൂൽ എന്ന പേര് ലഭിക്കുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 10 വർഷക്കാലത്തെ മദീന ജീവിതം, സഹോദരങ്ങളെ, മദീന എന്നത് ഒരു അത്ഭുതമാണ്. മദീന എന്നത് ഒരു അനുഭൂതിയാണ്. മദീന എന്നത് വിശ്വാസികളുടെ ഒരു സ്വപ്നമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞുവല്ലോ, വറബ്ബുക യഖ്ലുഖു മാ യശാഉ വയഖ്താർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സൃഷ്ടിക്കുകയും എന്നിട്ട് ആ സൃഷ്ടിച്ചതിൽ നിന്നും ചില കാര്യങ്ങളെ, ചിലതിനെ അവൻ പ്രത്യേകം തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ സൃഷ്ടിച്ചു. ആ മലക്കുകളിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠനായി മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാമിനെ തിരഞ്ഞെടുക്കുന്നു. മനുഷ്യരെ സൃഷ്ടിക്കുന്നു. മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠരായി പ്രവാചകന്മാരെ തിരഞ്ഞെടുത്തു. ആ പ്രവാചകന്മാരിൽ നിന്നും ഏറ്റവും ശ്രേഷ്ഠരായി ഉലുൽ അസ്മിന്റെ നൂഹ്, ഇബ്രാഹിം, മൂസ, ഈസ, മുഹമ്മദ് നബി അലൈഹിമുസ്സലാത്തു വസ്സലാം 5 പ്രവാചകന്മാരെ തിരഞ്ഞെടുക്കുന്നു. ആ 5 പ്രവാചകന്മാരിൽ നിന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രത്യേകം ശ്രേഷ്ഠനാക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീകളെ സൃഷ്ടിച്ചു. സ്ത്രീകളിൽ നിന്നും മറിയം ബിൻത് ഇമ്രാനിനെയും ആസിയ ഇംറഅത്തു ഫിർഔനിനെയും ഫാത്തിമ ബിൻത് മുഹമ്മദിനെയും ആയിഷ ബിൻത് അബീ ബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും അജ്മഈൻ എന്നിവരെ തിരഞ്ഞെടുക്കുന്നു. യുവാക്കളിൽ നിന്ന് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവരെ 2 പേരെയും നേതാക്കളായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരഞ്ഞെടുക്കുന്നു. റബ്ബ് കാലത്തെ സൃഷ്ടിച്ചു. ഒരു വർഷത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ പവിത്രമായ മാസങ്ങളായി 4 മാസങ്ങളെ പരിചയപ്പെടുത്തി. ഏറ്റവും പ്രധാനപ്പെട്ട പകലുകളായി ദുൽഹിജ്ജയിലെ ആദ്യ 10 പകലുകളെ പരിചയപ്പെടുത്തി. ഏറ്റവും ശ്രേഷ്ഠമായ രാവുകളായി റമദാനിലെ അവസാനത്തെ 10 രാവുകളെ പരിചയപ്പെടുത്തി. ഒരു ആഴ്ചയിലെ ഏറ്റവും നല്ല ദിവസമായി വെള്ളിയാഴ്ച ദിവസത്തെ തിരഞ്ഞെടുത്തു. എന്നതുപോലെ തന്നെ റബ്ബ് സ്ഥലങ്ങളെ സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും അതിലേറ്റവും ശ്രേഷ്ഠമായ സ്ഥലമായി മക്ക മുകറമയും
മദീനത്തുർ റസൂലും മസ്ജിദുൽ അഖ്സയും തിരഞ്ഞെടുക്കുന്നു. ആ മസ്ജിദുൻ നബവിയെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രത്യേകം തൗഫീഖ് ലഭിച്ച ആളുകൾക്ക് മാത്രമുള്ള വലിയ ഭാഗ്യമാണ് മദീന സന്ദർശിക്കുക എന്നത്, മദീനയിൽ താമസിക്കുവാൻ കഴിയുക എന്നത്. എന്തുകൊണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, അതേ തുഫ്തഹുൽ യമനു ഫയഅതി ഖൗമുൻ യുബിസ്സൂൻ. യമനിന് ഒരു കാലത്ത് പ്രതാപം ലഭിക്കും, അവർക്ക് വിജയം ലഭിക്കും. ആ സമയത്ത് മദീനയിൽ താമസിക്കുന്ന പല ആളുകളും അവർ ഏറ്റവും നല്ല സുഖങ്ങളും സൗകര്യങ്ങളും കാണുമ്പോൾ മദീനയിൽ നിന്നും യമനിലേക്ക് യാത്ര ചെയ്യും. പക്ഷേ വൽ മദീനതു ഖൈറുൽ ലഹും ലൗ കാനൂ യഅലമൂൻ, മദീനയാണ് അവർക്ക് ഖൈറെന്ന് അവരൊന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എവിടെയും അവസാനിപ്പിച്ചില്ല, വീണ്ടും പറഞ്ഞു വതുഫ്തഹു ശാമു ഫയഅതി ഖൗമുൻ യുബിസ്സൂൻ. ഷാമിന് വിജയം ലഭിക്കും, ഷാമിന് പ്രതാപം ലഭിക്കും. അന്നും ആളുകൾ ഷാമിലേക്ക് യാത്ര ചെയ്യാൻ നോക്കും. പക്ഷേ അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ വൽ മദീനതു ഖൈറുൽ ലഹും ലൗ കാനൂ യഅലമൂൻ. അതോടൊപ്പം തന്നെ വതുഫ്തഹുൽ ഇറാഖു ഫയഅതി ഖൗമുൻ യുബിസ്സൂൻ. ഇറാഖിന് പ്രതാപം ലഭിക്കുന്ന ഒരു കാലം വരും, അന്ന് പലരും ഇറാഖിലേക്ക് താമസം മാറ്റുവാൻ നോക്കും. പക്ഷേ അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ വൽ മദീനതു ഖൈറുൽ ലഹും ലൗ കാനൂ യഅലമൂൻ, അവർക്ക് ജീവിക്കാൻ താമസിക്കാൻ ഏറ്റവും ഉത്തമമായ ഇടം മദീനയാണ് എന്ന് അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വെക്കുകയാണ്. പ്രവാചകൻ വീണ്ടും പറഞ്ഞു, മനിസ്തതഅ അൻ യമൂത ബിൽ മദീനതി ഫൽയമുത് ബിഹാ. ആർക്കെങ്കിലും മദീനയിൽ വെച്ച് മരണപ്പെടുവാൻ സാധിക്കുമെങ്കിൽ അവൻ മദീനയിൽ വെച്ച് മരണപ്പെടട്ടെ, അവനക്കതിന് സാധിക്കട്ടെ. ഫഇന്നി അശ്ഫഉ ലിമൻ യമൂതു ബിഹാ. മദീനയിൽ വെച്ച് മരണപ്പെടുന്നവർക്ക് ഞാൻ പരലോകത്ത് ശുപാർശ പറയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് തന്നെ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പ്രാർത്ഥിച്ചിരുന്നു, അല്ലാഹുമ്മ ർസുഖ്നി ഷഹാദതൻ ഫീ സബീലിക്. അല്ലാഹുവേ, എനിക്ക് നിന്റെ മാർഗത്തിൽ ഷഹീദാകുവാനുള്ള ഭാഗ്യം നീ നൽകണമേ. വജ്അൽ മൗതി ഫീ ബലദി റസൂലിക്. എൻ്റെ മരണം നീ നിന്റെ റസൂലിന്റെ നാട്ടിൽ വെച്ചാക്കണമേ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നാണ്. മാത്രമല്ല വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യസ്ബിറു അലാ ലഅവാഇഹാ വശദ്ദതിഹാ അഹദുൻ ഇല്ലാ കുൻതു ലഹു ഷഹീദൻ ഔ ഷഫീഅൻ യൗമൽ ഖിയാമ. ആരെങ്കിലും മദീനയിൽ താമസിക്കുകയും മദീനയുടെ കാലാവസ്ഥയിലെ പരീക്ഷണങ്ങളെയും പ്രയാസങ്ങളെയും തരണം ചെയ്യുകയും ക്ഷമിക്കുകയും ചെയ്താൽ അവർക്ക് ഞാൻ പരലോകത്തെ സാക്ഷിയായി അല്ലെങ്കിൽ അവർക്ക് ഞാൻ ശുപാർശകനായി നിൽക്കുമെന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വെക്കുന്നു. അഥവാ സഹോദരങ്ങളെ, ലോകത്ത് ജീവിക്കാൻ ഏറ്റവും സുരക്ഷിതമായ, ഏറ്റവും സമാധാനം നിറഞ്ഞ, ഏറ്റവും മഹത്വം നിറഞ്ഞ നാടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാടായ മദീന. എത്രത്തോളം റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഹബ്ബിബ് ഇലൈനൽ മദീനത കഹുബ്ബിനാ മക്കത ഔ അശദ്. അല്ലാഹുവേ, എനിക്ക് മക്കയോട് എത്രമേൽ ഇഷ്ടമുണ്ടായിരുന്നുവോ ആ അത്രമേൽ ഇഷ്ടം അതില്ലെങ്കിൽ അതിനേക്കാൾ ഏറെ എനിക്ക് മദീനയോട് നീ ഇഷ്ടം നൽകണമേ എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുകയാണ്. മാത്രവുമല്ല, മദീനയിലെ ജബൽ ഉഹദിനെ ചൂണ്ടിക്കൊണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഹാദാ ജബലുൻ യുഹിബ്ബുനാ വനുഹിബ്ബുഹു. ഈ ജബൽ, ഈ മലയുണ്ടല്ലോ, ആ മല നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ട്, നാം ആ മലയെയും ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് ആ മദീനയിലെ ജബൽ ഉഹദിനെ സാക്ഷി നിർത്തിക്കൊണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. മാത്രവുമല്ല പ്രവാചകൻ പറഞ്ഞു, ലൗ സലകന്നാസു വാദിയൻ വസലകത്തിൽ അൻസാറു വാദിയൻ ഔ ശിഅബൻ ലസലക്തു വാദിയൽ അൻസാരി ഔ ശിഅബൽ അൻസാർ. ജനങ്ങളെല്ലാം ഒരു വഴിയിലൂടെ സഞ്ചരിക്കുകയും അൻസ്വാറുകളായ ആളുകൾ, മദീനക്കാരായ അൻസ്വാരികൾ മറ്റൊരു വഴിയിലൂടെ സഞ്ചരിക്കുകയും ചെയ്താൽ ഞാൻ അൻസ്വാരികളുടെ കൂടെയാണ് നടക്കുക എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. മാത്രവുമല്ല പ്രവാചകൻ ആ മദീനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ സമരിനാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഫലവർഗ്ഗങ്ങളിൽ നീ ബറക്കത്ത് നൽകണമേ. വബാരിക് ലനാ ഫീ മദീനത്തിനാ, ഞങ്ങളുടെ മദീനക്ക് നീ ബറക്കത്ത് നൽകണമേ. വബാരിക് ലനാ ഫീ സാഇനാ വബാരിക് ലനാ ഫീ മുദ്ദിനാ
അല്ലാഹുവേ ഞങ്ങളുടെ സ്വയിൽ, ഞങ്ങളുടെ മുദ്ദിൽ എല്ലാത്തിലും നീ ബറക്കത്ത് നൽകണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചതായി കൊണ്ട് നമുക്ക് കാണാം. അഥവാ റസൂലിന്റെ പ്രാർത്ഥന ലഭിച്ച നാടാണ്, ബറക്കത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന ലഭിച്ച അവിടുത്തെ ഭക്ഷണങ്ങളിൽ, അവിടുത്തെ ഫലവർഗ്ഗങ്ങളിൽ അള്ളാഹുവിന്റെ ബറക്കത്ത് ലഭിക്കുവാൻ വേണ്ടി റസൂൽ പ്രാർത്ഥിച്ച നാടാണ് മദീന എന്നത്. മാത്രവുമല്ല വിശ്വാസികൾക്ക് പുണ്യം പ്രതീക്ഷിച്ച് യാത്ര ചെയ്യാൻ അനുവാദം ലഭിച്ച നാടാണ് മദീന. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവല്ലോ, ലാ തുശദ്ദു റിഹാലു ഇല്ലാ ഇലാ സലാസതി മസാജിദ്. 3 നാടുകൾ പള്ളികളിലേക്കല്ലാതെ നിങ്ങൾ പുണ്യം പ്രതീക്ഷിച്ച് യാത്ര ചെയ്യരുത്. ഏതാണത്? അൽ മസ്ജിദുൽ ഹറാം, ഒന്ന് മക്കയിലെ മസ്ജിദുൽ ഹറാമാണ്. 2 മസ്ജിദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെ മസ്ജിദുൻ നബവിയാണ്. മസ്ജിദുൽ അഖ്സ, 3ാമത്തേത് ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയാണ്. ഈ 3 നാടുകളിലേക്ക് പുണ്യം പ്രതീക്ഷിച്ച് യാത്ര ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. മാത്രവുമല്ല മദീനയിലെ മസ്ജിദുൻ നബവിയിൽ നമസ്കരിച്ചാലുള്ള പ്രതിഫലം എത്രയാണ്? സ്വലാത്തുൻ ഫീ മസ്ജിദി ഹാദാ ഖൈറും മിൻ അൽഫി സ്വലാത്തിൻ ഫീമാ സിവാഹു ഇല്ലൽ മസ്ജിദുൽ ഹറാം. അതേ, ഈ ലോകത്തുള്ള ഏത് പള്ളികൾ നമസ്കരിക്കുന്നതിനേക്കാൾ 1000 പ്രതിഫലം ഏറെയാണ് മദീനയിൽ വെച്ചുള്ള ഒരു നമസ്കാരത്തിന് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മക്കയിലെ മസ്ജിദുൽ ഹറാം ഒഴികെ അത് ഫർള് നമസ്കാരങ്ങളായാലും സുന്നത്ത് നമസ്കാരങ്ങളായാലും ഏത് നമസ്കാരമായാലും മസ്ജിദുൻ നബവിയിൽ ഒരു നമസ്കാരത്തിന് 1000 നമസ്കാരത്തിന്റെ പ്രതിഫലമുണ്ട് എന്നാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മാത്രവുമല്ല സ്വർഗത്തിലെ പൂന്തോട്ടം ഉൾക്കൊള്ളുന്ന നാടാണ് മദീന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവല്ലോ, മാ ബൈന ബൈതി വ മിംബരി റൗദത്തും മിൻ റിയാദിൽ ജന്ന. എൻ്റെ വീടിൻ്റെയും എൻ്റെ മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലമുണ്ടല്ലോ, അത് സ്വർഗത്തിലെ പൂന്തോട്ടങ്ങളിൽ ഒരു പൂന്തോട്ടമാണ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നു. മാത്രവുമല്ല ആരെങ്കിലും അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ മദീനത്തെ പള്ളിയിലേക്ക് ദീൻ പഠിപ്പിക്കാനോ വന്നാൽ, മൻ ജാഅ മസ്ജിദനാ ഹാദാ ലിയതഅല്ലമ ഖൈറൻ ഔ യുഅല്ലിമഹു കാന കൽ മുജാഹിദി ഫീ സബീലില്ലാഹ്. അവൻ അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവനെ പോലെയാണ് എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. മാത്രവുമല്ല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി നിർമ്മിച്ച പള്ളി ഉൾക്കൊള്ളുന്നത് മദീനയിലാണ്. അത് മസ്ജിദ് ഖുബായാണ്. അതേ, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുവല്ലോ, ആരെങ്കിലും വുളുവെടുത്ത് തങ്ങളുടെ താമസ സ്ഥലത്തു നിന്നും വീട്ടിൽ നിന്നും പുറത്തിറങ്ങി മസ്ജിദ് ഖുബയിലേക്ക് എത്തി 2 റക്അത്ത് നമസ്കരിച്ചാൽ അവർക്ക് ഒരു ഉംറയുടെ പ്രതിഫലമുണ്ട് എന്നാണ് നമ്മൾ പഠിപ്പിക്കപ്പെട്ടത്. അത്രമേൽ പ്രതിഫലങ്ങൾ ഉൾക്കൊള്ളുന്ന നഗരിയാണ് മദീന എന്നുള്ളത്. മാത്രവുമല്ല വീണ്ടും പ്രവാചകൻ പറഞ്ഞു, അലാ അൻഖാബിൽ മദീനത്തി മലായികത്തുൻ. മദീനയുടെ പ്രവേശികകളിൽ, മദീനയുടെ പ്രവേശക കവാടങ്ങളിൽ അവിടെ മലക്കുകൾ നിൽക്കുന്നുണ്ട്. എന്നിട്ടോ അവിടേക്ക് ത്വാഊൻ, പകർച്ചവ്യാധികളോ ദജ്ജാലോ പ്രവേശിക്കുകയില്ല എന്ന്. അഥവാ പകർച്ചവ്യാധികളും ദജ്ജാലും പ്രവേശിക്കാത്ത നാടാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ മദീന എന്നുള്ളത്. മാത്രവുമല്ല ആ മദീനയിൽ മോശം ആഗ്രഹിക്കുന്ന, മ്ലേച്ഛകരമായി ജീവിക്കുന്ന ഒന്നിനും അവിടെ ജീവിക്കാൻ സാധിക്കുകയില്ലാത്തതിനെ ഈ മദീന പുറംതള്ളും. അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഇന്നഹാ തൻഫിൽ ഖബസ കമാ തൻഫിൻ നാറു ഖബസൽ ഫിദ്ദ. സ്വർണത്തിലെ മോശമായ മ്ലേച്ഛമായ, വെള്ളിയിലെ അതിലെ മ്ലേച്ഛമായ അതിലെ അഴുക്കുകളെ തീ കത്തിച്ച് ഇല്ലാതാക്കുന്നത് പോലെ മദീനയിലെ മോശമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നതിനെയെല്ലാം, മോശത്തരങ്ങളെയെല്ലാം അത് പുറന്തള്ളുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുമാത്രവുമല്ല, ഈമാൻ മദീനയിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാലവും വരാനുണ്ട്. മദീനയിൽ മാത്രം ഈമാൻ ഒതുങ്ങുന്ന ഒരു കാലം. അത് പ്രവാചകൻ പറഞ്ഞു, ഇന്നൽ ഈമാന ലയരിസു ഇലൽ മദീനതി കമാ തരിസുൽ ഹയ്യതു ഇലാ ജുഹ്രിഹാ. പാമ്പ് അതിന്റെ മാളത്തിലേക്ക് ഒതുങ്ങുന്നത് പോലെ ദീന്, അല്ലാഹുവിന്റെ ദീൻ, ഈമാന് അത് മദീനയിലേക്ക് ഒതുങ്ങിക്കൂടുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, മദീന എന്നത് ഒരു വിശ്വാസിയുടെ സ്വപ്നമാണ്, ഒരു സ്വപ്നമായിരിക്കണം. മദീന എന്നത് ഒരു അനുഭൂതിയായിരിക്കണം. മദീന എന്നത് വലിയൊരു ആഗ്രഹമായിരിക്കണം. എന്തുകൊണ്ട്?
അള്ളാഹുവിന്റെ വഹി ഇറങ്ങിയ നാടാണ് മദീന. ജിബ്രീൽ അലൈഹിസ്സലാം ഇടക്കിടക്ക് വന്നിറങ്ങിയ നാടാണ് മദീന. അള്ളാഹുവിന്റെ റസൂലിന്റെ ശ്വാസോച്ഛ്വാസം ബാക്കി നിൽക്കുന്ന നാടാണ് മദീന. സ്വഹാബാക്കൾ താമസിച്ച നാടാണ് മദീന. അവർ അവരുടെ യുദ്ധവേളകളും യുദ്ധങ്ങളും യാത്രകളും എല്ലാം കഴിഞ്ഞു വന്ന് സമാധാനം കണ്ടെത്തിയിരുന്ന നാടാണ് മദീന. അള്ളാഹുവിന്റെ റസൂൽ ബറക്കത്തിന് വേണ്ടി പ്രാർത്ഥിച്ച നാടാണ് മദീന. അതുകൊണ്ട് മദീന എന്നത് നമ്മുടെ വലിയ സ്വപ്നമായിരിക്കണം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ അതേ സമയം ഒരിക്കലും ദീന് പഠിപ്പിച്ച ഒന്നിനോടും നമ്മുടെ ഇഷ്ടം അതിരുവിടാനും പാടില്ല. ആ മദീനയിലേക്ക് ചെന്ന് റസൂലിനോട് പ്രാർത്ഥിക്കുന്ന ഒരു അവസ്ഥ അതൊരിക്കലും ഒരു മുസ്ലിമിന് പാടില്ല. മദീനയിലെ ഒരു ഖബറും ഉയർത്തപ്പെട്ടിട്ടില്ല. എല്ലാം ഇസ്ലാം പഠിപ്പിച്ച അളവിലെ അവിടെ കാര്യങ്ങൾ നടക്കുന്നുള്ളൂ. പ്രവാചകന്റെ ഖബറിനരികിൽ ചെന്ന് പ്രവാചകനോടോ അവിടുത്തെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോടോ ഉമർ റളിയല്ലാഹു അൻഹുവിനോടോ അവരോട് പ്രാർത്ഥിക്കാനോ സഹായം ചോദിക്കാനോ പാടില്ല. അവിടുത്തെ മണ്ണെടുത്ത് പ്രത്യേകം തബറക്ക് ബറക്കത്തെടുക്കുന്ന ഒരു സംവിധാനം അത് ഇസ്ലാമിലില്ല. എത്രത്തോളം എന്നാൽ മദീനയിലേക്ക് പല ആളുകളും എത്തുമ്പോൾ അവിടുത്തെ 40 ജമാഅത്തിന് കൃത്യമായി കൊണ്ട് പങ്കെടുത്താൽ അവർക്കുള്ള പ്രത്യേകം പ്രതിഫലം പോലും പഠിപ്പിക്കപ്പെടാറുണ്ട്. ഏതാണ് ഒരു ഹദീസ്? മൻ സ്വല്ല ഫീ മസ്ജിദി 40 സ്വലാത്തൻ ലാ യഫൂതുഹു സ്വലാത്തുൻ. ആരെങ്കിലും എൻ്റെ പള്ളിയിൽ വന്ന് 40 നമസ്കാരം നിർവഹിച്ചാൽ, ഒരു നമസ്കാരം വിട്ടുപോകാതെ 40 നമസ്കാരം ലഭിച്ചാൽ, കുതിബത് ലഹു ബറാഅത്തും മിനന്നാർ, അവർക്ക് നരകത്തിൽ നിന്നും മോചനം രേഖപ്പെടുത്തപ്പെടും. വനജാതും മിനൽ അദാബ്, ശിക്ഷയിൽ നിന്നും രക്ഷ ലഭിക്കും. വബരിഅ മിനൻ നിഫാഖ്, നിഫാഖിൽ നിന്ന് അവനക്ക് മോചനം ലഭിക്കുമെന്നൊരു ഹദീസ് പറഞ്ഞുകൊണ്ട് പല ആളുകളും മദീനയിൽ 8 ദിവസമൊക്കെ പ്രത്യേകം നിന്നുകൊണ്ട് 40 നമസ്കാരത്തിന് പ്രത്യേകത കൽപ്പിച്ച് നമസ്കാരം നിർവഹിക്കാറുണ്ട്. തെറ്റിദ്ധാരണ കൊണ്ടാണ്. ഈ ഹദീസ് ദഈഫാണ്, ദുർബലമാണ്, സ്ഥിരപ്പെട്ട ഹദീസല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേസമയം ഒരു വിശ്വാസിക്ക് 40, 50, 60, 100, 1000 എത്ര വേണമെങ്കിലും നമസ്കരിക്കാം ആ റസൂലിന്റെ പള്ളിയിൽ. പക്ഷേ ഒരു പ്രത്യേകം എണ്ണം കണക്കാക്കിയുള്ള നമസ്കാരം അത് ശരിയായ രീതിയല്ല എന്ന് മാത്രമല്ല, നമ്മൾ ആ നമസ്കരിച്ചതിലൂടെ ഒരു പക്ഷെ നമുക്ക് കുറ്റം ലഭിക്കുവാൻ വരെ കാരണമായി തീരുമെന്ന് നമ്മൾ ഗൗരവത്തോടു കൂടി തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് നന്മയിൽ മുന്നേറുക, അള്ളാഹുവിന്റെ പ്രവാചകന്റെ നാട്ടിലേക്ക് യാത്ര ചെയ്യുക എന്നത്, അവിടെ അല്പ ദിവസമെങ്കിലും താമസിക്കുക എന്നത്, ഇബാദത്തിന് വേണ്ടി ജീവിതത്തിലെ തിരക്കുകളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഒരു റമദാനിൽ ഞാൻ മദീനയിൽ താമസിക്കുന്നു, അതല്ലെങ്കിൽ റമദാനിന്റെ അവസാനത്തെ പത്തിൽ, ഈ വരുന്ന റമദാനിന്റെ അവസാനത്തെ പത്തിൽ ഞാൻ മദീന തിരഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞ് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ പുറപ്പെടുന്നു. എന്തിന്? മദീനയിൽ താമസിക്കാൻ, അവിടുത്തെ പ്രതിഫലം നേടാൻ, അവിടെ തറാവീഹ് നമസ്കരിക്കാൻ, അവിടെ നോമ്പ് നോൽക്കാൻ, അവിടുത്തെ പ്രതിഫലം ബറക്കത്തും കരസ്ഥമാക്കാൻ. അങ്ങനെയുള്ള സ്വപ്നങ്ങളാണ് നമുക്ക് വേണ്ടത്. ഉംറ അത് നമ്മുടെ വലിയ ആഗ്രഹമായിരിക്കണം. ഹജ്ജ് നമ്മുടെ വലിയ സ്വപ്നമായിരിക്കണം. വെറും കേവലം സ്വപ്നം എന്നതിലുപരി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് അതിനു വേണ്ടി ഒരുങ്ങി പുറപ്പെടുന്ന സാഹചര്യം വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് ബോധപൂർവം ഉണ്ടാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് അവന്റെ സജ്ജനങ്ങളായി ജീവിക്കുവാനുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين ولا عدوان إلا على الظالمين. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്നൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാമിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിർണയിച്ച ഇബാദത്തുകൾ എന്നത് അതിൽ നിർബന്ധമായവയുണ്ട്. സുന്നത്തായി നമ്മുടെ ഖൈറിനു വേണ്ടി, ഗുണത്തിനു വേണ്ടി നാം നിർവഹിക്കേണ്ടതുണ്ട്.
നിർബന്ധ നമസ്കാരങ്ങളിൽ ഒരു ദിവസത്തെ 5 വഖ്ത് നമസ്കാരങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ പ്രത്യേകം ഇളവുകളാണ് ജംഉം ഖസ്റും എന്നുള്ളത്. ഒരിക്കലും നമുക്ക് യാതൊരു നിലക്കുമുള്ള പ്രയാസങ്ങൾ വരാതിരിക്കാനും ഇബാദത്തുകളോട് വിമുഖത തോന്നാതിരിക്കുവാനും വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ നിലക്കുള്ള ഇളവുകൾ അനുവദിച്ച് നൽകിയിട്ടുള്ളത്. നമുക്കറിയാം, ളുഹറും അസുറും നമസ്കാരങ്ങൾ തമ്മിലാണ് ജംആക്കാറുള്ളത്. അതോടൊപ്പം തന്നെ മഗ്രിബും ഇശാഉം ഈ 2 വഖ്തുകൾ തമ്മിലാണ് ജംഅ ആക്കേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോഴും പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ അശ്രദ്ധമായി പോകുന്ന ഒരു വലിയ സുന്നത്തുണ്ട്. അഥവാ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജംഅക്കുന്ന സമയങ്ങളിൽ ളുഹറിന്റെ സമയത്തിന് മുമ്പായിക്കൊണ്ട് യാത്ര പുറപ്പെടുകയാണ് എങ്കിൽ, കാര്യമായിട്ടും യാത്രാ സമയത്താണല്ലോ ജംആണെങ്കിലും ഖസ്റാണെങ്കിലും കടന്നു വരുന്നത്, അത് ളുഹർ നമസ്കാരത്തിന് മുമ്പായിക്കൊണ്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യാത്ര പുറപ്പെടുന്നത് എങ്കിൽ അസുറിന്റെ കൂടെയാണ് ളുഹറും അസുറും ചേർത്ത് ജംഉ തഅഖീർ ആയിക്കൊണ്ടാണ് നിർവഹിക്കാറുള്ളത്. അതേ സമയത്ത് ളുഹർ നമസ്കരിച്ചു കൊണ്ടാണ് യാത്ര പുറപ്പെടുന്നത് എങ്കിൽ അസുർ ളുഹറിലേക്ക് തഖ്ദീം ചെയ്തുകൊണ്ട് മുൻപിച്ചുകൊണ്ട് അങ്ങനെയാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജംഅ ചെയ്യാറുള്ളത്. അഥവാ അതാണ് ഏറ്റവും അഫ്ദലായ ശ്രേഷ്ഠമായ രൂപം എന്നുള്ളത്. ഇനി ഏതെല്ലാം സന്ദർഭങ്ങളിലാണ് ജംഅ ആക്കൽ അനുവദിക്കപ്പെട്ടിട്ടുള്ളത്? പല നിലക്കുമുള്ള അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിൽ ഏറ്റവും വിശാലമായ അഭിപ്രായം ഹംബലി മദ്ഹബിന്റെ അഭിപ്രായങ്ങളാണ്. 8 സന്ദർഭങ്ങളിലായിക്കൊണ്ടാണ് ജംഅ ആക്കൽ ഹംബലി മദ്ഹബ് പ്രകാരം എണ്ണപ്പെട്ടിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ അവസ്ഥ, മുസാഫിറുൻ യുബാഹു ലഹുൽ ഖസ്ർ, ഖസ്ർ നമസ്കരിക്കാൻ അനുവാദമുള്ള ഒരു യാത്രക്കാരൻ. എപ്പോഴാണ് ഖസ്ർ നമസ്കരിക്കുക എന്നത് ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. അപ്പൊ ഖസ്ർ നമസ്കരിക്കാൻ അനുവാദമുള്ള ഒരു യാത്രക്കാരനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജംഅ നമസ്കാരങ്ങൾ പരസ്പരം ജംഅക്കി നമസ്കരിക്കാം. അതോടൊപ്പം തന്നെ മരീദുൻ യൽഹഖുഹു ബിതർകിഹി മശഖ്ഖ, ഒരു രോഗി, ആ രോഗി ജംഅ ആക്കാതെ നമസ്കരിക്കാതിരുന്നാൽ അദ്ദേഹത്തിന് പ്രയാസങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള രോഗികൾക്കും ജംഅക്കി നമസ്കരിക്കാം. ഉദാഹരണത്തിന് ബോധം നഷ്ടപ്പെടുന്ന രോഗികൾ, ആ നിലക്കുള്ള അവസ്ഥകളുള്ള രോഗികൾക്ക് ജംഅക്കി നമസ്കാരങ്ങൾ ജംഅക്കി നമസ്കരിക്കാം. മൂന്നാമത്തേത്, ഒരു മുലയൂട്ടുന്ന ഉമ്മ, ആ ഉമ്മയുടെ ശരീരത്തിൽ എല്ലാ സമയത്തും നജസ് ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. അങ്ങനെയുള്ള അവസ്ഥയിൽ പ്രത്യേകിച്ചും പഴയ കാലഘട്ടങ്ങളിൽ വസ്ത്രങ്ങളൊന്നും കാര്യമായിട്ടുണ്ടായിരുന്നില്ലാത്ത, ഉള്ള വസ്ത്രങ്ങൾ തന്നെ ഉണങ്ങി ലഭിക്കാൻ പ്രയാസമായിരുന്ന കാലഘട്ടത്തിൽ അവർക്കത് വലിയ ത്യാഗമുള്ള വിഷയമാണ്. അപ്പൊ അങ്ങനത്തെ സന്ദർഭങ്ങളിൽ വേണമെങ്കിൽ അവർക്ക് നമസ്കാരങ്ങൾ തമ്മിൽ ജംഅക്കാം. അതോടൊപ്പം തന്നെ എല്ലാ വഖ്ത് നമസ്കാരത്തിനും വുദു എടുക്കാനോ തയമ്മും ചെയ്യാനോ സാധിക്കാത്തവർ, അവർക്കും നമസ്കാരം ജംഅക്കാം. പല നിലക്കുമുള്ള പ്രയാസങ്ങൾ വരുന്ന ആളുകൾ, അതോടൊപ്പം തന്നെ നമസ്കാരത്തിന്റെ സമയം അറിയാൻ സാധിക്കാത്ത ആളുകൾ, ഏതുപോലെ കണ്ണ് കാണാത്ത അന്ധന്മാരായ ആളുകൾ, ഇന്ന് അതിനുള്ള സംവിധാനങ്ങളുണ്ട്. അതല്ലെങ്കിൽ മണ്ണിനടിയിലോ ഭൂമിയുടെ അടിഭാഗത്തേക്ക് അകപ്പെട്ടു പോകുന്ന ആളുകൾ, അവർക്ക് വെളിച്ചം കാണുവാനോ സമയം അറിയാനൊന്നും സാധിക്കുകയില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങൾ നമസ്കാരം ജംഅക്കി നമസ്കരിക്കാം. അതോടൊപ്പം തന്നെ അമിതമായ രക്തസ്രാവം വന്ന സ്ത്രീകൾ, അവർക്ക് രക്തസ്രാവം വന്നുകൊണ്ടേയിരിക്കും. ആ സമയത്ത് പെട്ടെന്ന് ശുദ്ധിയായിക്കൊണ്ട് നമസ്കാരം ജംഅക്കി നമസ്കരിക്കാം. അതോടൊപ്പം തന്നെ ഇനി കീഴുവായി പോയിക്കൊണ്ടേയിരിക്കുന്ന ആളുകൾ, അവർക്ക് അങ്ങനെ അസുഖം വന്ന് പ്രയാസമുണ്ടെങ്കിൽ അവർക്ക് നമസ്കരിക്കാം. അതോടൊപ്പം തന്നെ മൂത്രവാർച്ചയുള്ള, മൂത്രം പോയിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, അവർക്കും ആ നിലക്ക് ജംഅക്കി നമസ്കരിക്കാം. അതോടൊപ്പം 7ാമത്തെ ആളുകൾ, മല്ലഹു യുബീഹു തർക്കൽ ജുമുഅത്തി വൽ ജമാഅത്തി,
ജുമുഅ നമസ്കാരവും ജമാഅത്ത് നമസ്കാരവും പിന്നെ ഉപേക്ഷിക്കാൻ അനുമതിയുള്ള ആളുകൾ, അഥവാ വളരെ ദീർഘമായ യാത്രയാണ്, അതല്ലെങ്കിൽ പ്രയാസകരമായ യാത്രയാണ്, അതിനിടയിൽ ജമാഅത്തിന് പങ്കെടുക്കാൻ പ്രയാസമാണ്, അതല്ലെങ്കിൽ ജുമുഅക്ക് പങ്കെടുക്കാൻ പ്രയാസമാണ്, അങ്ങനെയുള്ള ആളുകൾക്ക് ജമാഅക്ക് നമസ്കരിക്കാം. അതോടൊപ്പം തന്നെ ജുമുഅയും ജമാഅത്തും നഷ്ടപ്പെടുത്താൻ അനുവാദമുള്ള, അപൂർവമായിട്ടെങ്കിലും അനുവാദമുള്ള ആളുകൾ, അങ്ങനെയുള്ള ജോലിയുള്ള ആളുകൾ, അവർക്കും നമസ്കാരം ജമാഅക്കി നമസ്കരിക്കാം. രണ്ടാമത്തത് പിന്നെ ഖസ്റിന്റെ വിഷയം. ഖസ്ർ 2 ഘട്ടങ്ങളിൽ മാത്രമാണ് അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. ജംഅന്റെ അവസ്ഥകൾ, വ്യത്യസ്തമായ അവസ്ഥകൾ ഉണ്ടെങ്കിൽ പോലും ഖസ്ർ 2 ഘട്ടങ്ങളിൽ മാത്രമാണ് അനുവദിക്കപ്പെട്ടുള്ളത്. ഒന്നാമത്തെ ഘട്ടം അത് യാത്രക്കാരൻ, രണ്ടാമത്തത് ഹജ്ജിന് ഇടയിലുള്ള മിനായിലെ താമസ സമയത്ത്. ഈ 2 സമയങ്ങളിലാണ് അവർ പിന്നെ ഖസ്റാക്കി നമസ്കരിക്കേണ്ടത്. അത് എത്ര കിലോമീറ്റർ പരിധിയിൽ വരെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഏതെല്ലാം യാത്രക്കാർക്ക് ഖസ്റാക്കി നമസ്കാരം 2 റക്അത്ത് നമസ്കരിക്കാം. നമുക്കറിയാം ദുഹറും അസ്റും ഇശാഉം ഈ 3 നമസ്കാരങ്ങൾ മാത്രമാണ് 2 റക്അത്തുകളായി ഖസ്റായി നമസ്കരിക്കാൻ അനുവാദമുള്ളൂ. ബാക്കി ഫജ്റും മഗ്രിബും അതിനുള്ള അനുവാദമില്ല. അപ്പൊ ഈ 4 റക്അത്ത് നമസ്കാരങ്ങൾ 2 റക്അത്തായി നമസ്കരിക്കുമ്പോൾ അത് ഏതെല്ലാം സമയത്താണ് അവരുടെ യാത്രക്കാരായി മാറുന്നത്? അതിന് 2 മാനദണ്ഡങ്ങളാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചത്. ഒന്നാമത്തെ മാനദണ്ഡം പല നിലക്കുമുള്ള വലിയ അഭിപ്രായ വ്യത്യാസമുള്ള വിഷയമാണ്. ഒന്നാമത്തെ മാനദണ്ഡം 80 കിലോമീറ്റർ യാത്ര ചെയ്യുന്ന, 80 കിലോമീറ്ററോ അതിലധികമോ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തി, അത് എങ്ങനെയാണ് 80 കിലോമീറ്റർ എന്ന ഒരു ധാരണയിലേക്ക് എത്തിയത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഉണ്ടല്ലോ, ലാ യഹില്ലു ലിംറഅത്തിൻ തുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി തുസാഫിറു മസീറത യൗമിൻ വലൈലത്തിൻ ഇല്ലാ മഅദി മഹ്റമിൻ അലൈഹാ. മഹ്റമില്ലാതെ ഒരു സ്ത്രീക്ക് അവൾക്ക് പിന്നെ ഒരു പകലും ഒരു രാത്രിയും യാത്ര ചെയ്യാൻ അനുവാദമില്ല. മഹ്റമില്ലാതെ, മഹ്റം ഉണ്ടെങ്കിലേ യാത്ര ചെയ്യാൻ പാടുള്ളൂ. അപ്പോ ഒരു രാത്രിയുടെയും പകലിന്റെയും പ്രവാചകന്റെ കാലഘട്ടത്തിലെ ദൈർഘ്യം എന്നത് ഏകദേശം 80 കിലോമീറ്ററിനടുത്തായിരുന്നു. 78 അല്ലെങ്കിൽ 75നും 80നും ഇടയിലായിക്കൊണ്ട്. അതുകൊണ്ടാണ് യാത്രാ പരിധി എന്ന് പറയുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ 80 കിലോമീറ്ററിന് അടുത്തായിരുന്നത് കൊണ്ട് ഇന്നും 80 കിലോമീറ്ററാണ് കണക്കാക്കേണ്ടത് എന്നൊരഭിപ്രായമുണ്ട്. അതല്ല എങ്കിൽ നമ്മുടെ നാട്ടിലെ അവസ്ഥ പ്രകാരം എപ്പോഴാണ് ഒരു യാത്ര എന്ന് പറയുക? ആ സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ എല്ലാ നാട്ടിലും സൗദി അറേബ്യയിലുള്ള യാത്രാ സംവിധാനമെല്ലാം, അവിടുത്തെ റോഡും അവിടുത്തെ സൗകര്യങ്ങളുമെല്ലാം നമ്മുടെ നാട്ടിന് അവസ്ഥക്കനുസരിച്ച് സാഹചര്യങ്ങൾ മാറുമ്പോൾ നമ്മളൊരു യാത്രയിലാണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുന്ന സമയത്ത് അവർക്കും ഖസ്റാക്കി നമസ്കരിക്കാം. ഇനി 80 കിലോമീറ്റർ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ 80 കിലോമീറ്റർ കഴിഞ്ഞിട്ട് നമസ്കരിക്കാൻ പറ്റുകയുള്ളൂ? അല്ല, 80 കിലോമീറ്റർ ഞാൻ യാത്ര ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് ഉറപ്പായാൽ നമ്മുടെ നാട് വിട്ടുകഴിഞ്ഞാൽ പിന്നീട് എപ്പോൾ മുതൽ നമുക്ക് ഖസ്ർ ചെയ്ത് നമസ്കരിക്കാൻ ആരംഭിക്കാൻ അനുവാദമുണ്ട്. അതാണ് പിന്നെ ജംഇന്റെയും ഖസ്റിന്റെയും വിഷയത്തിൽ ഏറ്റവും പ്രാഥമികമായി കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം. ഇനി ഒരു വ്യക്തിക്ക് എത്ര ദിവസം വരെ ഖസ്റാക്കാം? 2 റക്അത്ത് നമസ്കരിക്കാം എന്ന് പറഞ്ഞു. ആ വിഷയത്തിൽ പല നിലക്കുമുള്ള ഹദീസുകൾ വന്നിട്ടുണ്ടെങ്കിലും പണ്ഡിതന്മാർ അതിൽ ഏറ്റവും അവസാന വാക്കിലേക്ക് പണ്ഡിതന്മാർ ആ വിഷയത്തിൽ ചുരുക്കത്തിലേക്ക് എത്തിയത് ഒരു വ്യക്തിക്ക് 3 ദിവസം വരെ ഖസ്റാക്കി 2 റക്അത്തായി നമസ്കരിക്കാമെന്നാണ്. ഇനി ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ യാത്രക്കാരനാണ്, അവൻ യാത്രയില്ല, പക്ഷെ അവന്റെ യാത്ര എന്ന് അവസാനിക്കുമെന്ന കൃത്യമായ അറിവ് അവനിക്കില്ല. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം യാത്ര അവസാനിക്കുന്നത് വരെ അവന് ഖസ്ർ ചെയ്യാം. എന്നാൽ അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, നമ്മളൊരു നാട്ടിലേക്ക് യാത്ര പോവുകയാണ്. ഉദാഹരണമായി വിദേശത്തേക്ക്, പിന്നെ UAE-യിലേക്ക്, ഇമാറാത്തിലേക്ക് യാത്ര ചെയ്യുന്ന വ്യക്തി, അവനെ സംബന്ധിച്ചിടത്തോളം അവിടെയും ഒരു വീടുണ്ട്, അവിടെ സ്ഥിരമായി താമസിക്കുന്ന ആളാണ്, ഇവിടെയും താമസിക്കുന്ന ആളാണ്. 2 നാടും അവന്റെ താമസ സ്ഥലമാണെങ്കിൽ അവൻ ആ ഖസ്റിന്റെ പരിധി അവനക്ക് ലഭിക്കുകയില്ല. കാരണം അവൻ അവിടത്തെയും താമസക്കാരനാണ്, ഇവിടത്തെയും താമസക്കാരനാണ്. നമസ്കാരം പൂർണ്ണമായി കൊണ്ട് നിർവഹിക്കണം. അതല്ലാതെ അവന് പിന്നെ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ഒരു പരിധിയിലുള്ള ആളുകൾക്ക് മാത്രമേ ഖസ്റിന്റെ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, പിന്നെ എനിക്ക് ഇവിടെയും ഒരു വീടുണ്ട്, അതിൽ പിന്നെ ഇവിടെ നിന്ന് ഒരു 100 കിലോമീറ്റർ അപ്പുറത്തും ഒരു വീടുണ്ട്.
ഞാൻ ഇവിടെ താമസിക്കുന്നു, അവിടെയും കുറച്ച് ദിവസങ്ങൾ താമസിക്കും, ഇവിടെ മാറി മാറി താമസിക്കും, രണ്ടും എൻ്റെ വീടാണ്. അങ്ങനെയുള്ള അവസ്ഥയിൽ ഞാൻ രണ്ട് നാട്ടിലെയും താമസക്കാരനാണ് എന്നിരിക്കെ അവിടെ ഞാൻ യാത്രക്കാരനായി പരിഗണിക്കപ്പെടുകയില്ല. എനിക്ക് ഖസ്ർ നമസ്കരിക്കാനുള്ള അനുവാദം ആ സമയത്ത് ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീന് പഠിക്കാൻ, അവൻ്റെ ദീനിൻ്റെ യഥാർത്ഥ അനുയായിയാകാൻ, പ്രവാചകന്റെ യഥാർത്ഥ മുത്തബിയാകാനുള്ള തൗഫീഖ് നമുക്കെല്ലാം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ ചുരുങ്ങിയ ജീവിത കാലയളവിനുള്ളിൽ അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതുമായ അനേകം പാപങ്ങൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. നീ റഹ്മാനാണ്, റഹീമാണ്, ഗഫൂറാണ്, ഗഫാറാണ്, ഗാഫിറാണ്, വദൂദാണ്. അള്ളാഹുവേ, നിന്റെ റഹ്മത്തിനാൽ, നിന്റെ മഗ്ഫിറത്തിനാൽ, നിന്റെ ഫളിനാൽ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹ്, ഞങ്ങളുടെ ചെറുതും വലുതുമായ എല്ലാ സൽക്കർമ്മങ്ങളും അതിലെ പാകപ്പിഴവുകളെ മായ്ച്ചുകൊണ്ട് ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ. അള്ളാഹുവെ, ഞങ്ങൾക്കിടയിൽ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും പല നിലക്കുമുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാവർക്കും എല്ലാ പ്രയാസങ്ങളിൽ നിന്നുള്ള മോചനം നീ നൽകി അനുഗ്രഹിക്കണമേ. എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ മരണവേളകളിൽ ആത്മാർത്ഥമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരണപ്പെടുവാനുള്ള തൗഫീഖിനെ ഞങ്ങൾക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെയും ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ ഉസ്താദുമാർ, ഞങ്ങളുടെ ഗുരുക്കന്മാർ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകൾ ഞങ്ങളുടെ എല്ലാം ഖബറിടങ്ങളിൽ നിന്ന് സ്വർഗ്ഗത്തോപ്പാക്കി നൽകി അനുഗ്രഹിക്കണമേ. അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ.